നടി തൃഷയെയും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെയും ലക്ഷ്യമിട്ട് AIADMK നേതാവ് RB ഉദയകുമാർ നടത്തിയ പരാമർശം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. തൃഷയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശവും വിജയുടെ ഭരണത്തെ കടന്നാക്രമിച്ചുള്ള വിമർശനങ്ങളുമാണ് ഉദയകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ തൃഷയെ വിജയ് തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കും. വിജയ്ക്കൊപ്പം ഏത് അർദ്ധരാത്രിയിലും കേക്ക് മുറിക്കാൻ കഴിയുന്ന മറ്റാരാണുള്ളത് എന്നായിരുന്നു ഉദയകുമാറിന്റെ വിവാദ പ്രസ്താവന. നടിയുടെ വ്യക്തി ജീവിതത്തെ ലക്ഷ്യമിട്ടുള്ള ഈ പരാമർശം സാമൂഹിക മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വ്യാപക വിമർശനത്തിനാണ് ഇടയാക്കിയത്. വിജയ് അഭിനയിച്ച ജനനായകൻ റിലീസ് ചെയ്ത ദിവസം തന്നെ സംസ്ഥാന സർക്കാർ അപ്രഖ്യാപിത അവധി പ്രഖ്യാപിച്ചുവെന്നായിരുന്നു ഉദയകുമാറിന്റെ മറ്റൊരു ആരോപണം. മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെയുള്ള ഭരണപക്ഷ നേതാക്കൾ അന്ന് ഭരണകാര്യങ്ങൾ മാറ്റിവെച്ച് സിനിമ കാണുന്നതിനാണ് പ്രാധാന്യം നൽകിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സംഭവമാണത്. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും MLAമാരും തിയേറ്ററിലെത്തി സിനിമ ആഘോഷിച്ചു. സെൽഫികൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ സിനിമയ്ക്കാണ് അവർ പ്രാധാന്യം നൽകിയതെന്ന് ഉദയകുമാർ തുറന്നടിച്ചു. ഇനി നേതാവ് പരിഹസിച്ചതൊന്ന് കേട്ടു നോക്കാം. കരഞ്ഞത് സിനിമ കണ്ടിട്ടോ ജനങ്ങളുടെ ദുരിതമോർത്തോ? സിനിമ കണ്ട് വികാരാധീനനായ ഭരണപക്ഷ നേതാക്കളെയാണ് ഉദയകുമാർ പരിഹസിച്ച് രംഗത്തെത്തിയത്. കാവേരി ഡെൽറ്റയിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കാനാകാത്ത സർക്കാർ പരാജയമോർത്താണോ അവർ കരഞ്ഞത്? അതോ തമിഴ്നാടിന് വെള്ളം നൽകുന്നതിൽ കർണാടക സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ചോ? മേഘേദാതു അണക്കെട്ട് വിഷയത്തെക്കുറിച്ച് ആലോചിച്ചാണോ അവർ കണ്ണീർ വാർത്തതെന്ന് അദ്ദേഹം പരിഹാസത്തോടെയാണ് ചോദിച്ചത്. ഇനി നേതാവ് സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചില വിമർശനങ്ങൾ ഉയർത്തിയത് നോക്കാം. തമിഴ്നാട്ടിലെ ക്രമസമാധാന നില ഗുരുതരമായി തകർന്നിരിക്കുകയാണെന്നാണ് ഉദയകുമാറിന്റെ മറ്റൊരു ആരോപണം. സർക്കാർ ആശുപത്രിയിൽ രോഗിയുടെ വിരലുകൾ എലികടിച്ച സംഭവം, അരുണാചലം എന്ന യുവാവിന്റെ കസ്റ്റഡി മരണം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് മാഫിയ എന്നിവയൊന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു. കസ്റ്റഡി മരണങ്ങൾ തടയാനോ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനോ മയക്കുമരുന്ന് മാഫിയയെ അടിച്ചമർത്താനോ കഴിയാത്തതിന്റെ പേരിലല്ലല്ലോ അവർ കരഞ്ഞതെന്നാണ് ഉദയകുമാർ ചോദിച്ചത്. ഇന്നത്തെ യുവതലമുറ സിനിമകളിലെ മാസ് ഡയലോഗുകളിലും താരാരാധനയിലും അമിതമായി ആകൃഷ്ടരാകുന്നതിൽ ആശങ്കയുണ്ടെന്നും ഉദയകുമാർ തുറന്നു പറഞ്ഞു. സിനിമയും യഥാർത്ഥ ഭരണവും രണ്ടാണെന്നും കാലം ഇതിനെല്ലാം മറുപടി നൽകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ മാന്ത്രിക പ്രതിച്ഛായ അധികനാൾ നിലനിൽക്കില്ല. അപ്പോൾ സിനിമയും ഭരണവും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം യുവതലമുറ തിരിച്ചറിയുമെന്നാണ് ഉദയകുമാറിന്റെ വിമർശനം. ഏതായാലും രാഷ്ട്രീയ വിവാദം കനക്കുകയാണ്. നടി തൃഷയെ ലക്ഷ്യമിട്ടുള്ള വ്യക്തിപരമായ പരാമർശവും വിജയ് സർക്കാരിനെതിരായ രൂക്ഷ വിമർശനങ്ങളും തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. AIADMKയുടെയും ഭരണകക്ഷിയുടെയും പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ വിഷയം കൂടുതൽ ചർച്ചയാകാനാണ് സാധ്യത.